ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരാൾക്ക് ബാങ്കിൽ എത്ര രൂപ നിക്ഷേപിക്കാം, എത്ര രൂപ പിൻവലിക്കാം, വിദേശത്തു നിന്ന് എത്ര രൂപ അയക്കാം എന്ന പ്രധാന വിഷയത്തെക്കുറിച്ചാണ്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പരമാവധി ലിമിറ്റ് ഇല്ല. പക്ഷേ ഒരു ദിവസം 50,000 രൂപ കവിഞ്ഞാൽ പാൻ നമ്പർ നൽകണം. ഒരു വർഷം 10 ലക്ഷം രൂപ കവിഞ്ഞ് ക്യാഷ് നിക്ഷേപിച്ചാൽ ഇൻകം ടാക്സ് വകുപ്പിന് ബാങ്ക് റിപ്പോർട്ട് അയക്കും. ക്യാഷ് പിൻവലിക്കുമ്പോൾ ശാഖയിൽ സാധാരണ 2 ലക്ഷം രൂപ വരെ ഒരു ദിവസം എടുക്കാം. വലിയ തുക എടുക്കാൻ മുൻകൂർ അറിയിക്കണം. ATM വഴി സാധാരണ ദിവസം 40,000 മുതൽ 1 ലക്ഷം രൂപ വരെ ബാങ്ക് കാർഡ് അനുസരിച്ച് ലിമിറ്റ് ഉണ്ടായിരിക്കും. ഒരു വർഷം 1 കോടി രൂപ കവിഞ്ഞ് ക്യാഷ് പിൻവലിച്ചാൽ TDS ഈടാക്കും. അതിനാൽ വലിയ തുക ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് നല്ലത്. വിദേശത്തു നിന്ന് കുടുംബാംഗങ്ങൾ അയക്കുന്ന പണം ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് ലഭിക്കും. സാധാരണ തുകയ്ക്ക് പരിധി ഇല്ല, പക്ഷേ ബാങ്ക് ഉറവിടം പരിശോധിക്കും. ഒരു തവണ വലിയ തുക വന്നാൽ ബാങ്ക് KYC പരിശോധന നടത്തും. ആവശ്യമായാൽ രേഖകൾ ചോദിക്കും. ഇത് നിയമപ്രകാരം സാധാരണ നടപടിയാണ്. അയക്കുന്ന പണം ശമ്പളം അല്ലെങ്കിൽ നിയമപരമായ വരുമാനം ആണെങ്കിൽ സാധാരണ പ്രശ്നം ഉണ്ടാകില്ല. സംശയകരമായ ഇടപാട് ആയാൽ അക്കൗണ്ട് മരവിപ്പിക്കാം. എല്ലാ ഇടപാടുകളും ബാങ്ക് നിയമങ്ങൾ അനുസരിച്ച് നടത്തുക. പാൻ, ആധാർ, KYC ശരിയായി അപ്ഡേറ്റ് ചെയ്യുക. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് അത്യന്തം പ്രധാനമാണ്. ഇത് കാരുണ്യ ഫിനാൻസ് മീഡിയ. ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ ബെൽ ഐക്കൺ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ.